ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാവിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് ഇതായിട്ടായിരുന്നല്ലോ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ അന്ന് സംഘടിപ്പിച്ചത്. അതിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് കാര്യങ്ങളെ കാണുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഹീനമായ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അദ്ദേഹം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലാണെങ്കിൽ 146 അംഗങ്ങളെയാണ് നരേന്ദ്രമോദി പുറത്താക്കിയത്. ഇവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് എത്തോളം ദീർഘാശല്യങ്ങൾ പൊട്ടിക്കുകയും KPCC പ്രസിഡന്റ് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്ന കാഴ്ച കേരളം കണ്ടതാണ്. അപ്പോ കേരളത്തിലെ അവസാനത്തെ ഭരണമാണ് ഈ ഭരണമെന്ന് പിണറായി വിജയൻ അറിയാം. തന്റെയും തന്റെ പാർട്ടിയുടെയും അവസാനത്തെ ഭരണമായതുകൊണ്ടാണ് പോകുന്നതിന് മുമ്പ് കേരളത്തിന്റെ മേൽക്കൂര മാത്രമല്ല അടിസ്ഥാനം ഇളക്കിക്കൊണ്ടു പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. മനഃപൂർവ്വം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ പ്രകോപനമുണ്ടാക്കി വീണ്ടും യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിറക്കി ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് രക്ഷാപ്രവർത്തനം ചെയ്യിക്കാനുള്ള ഒരു ഹീനമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ്. കേരളത്തിലെ ചെറുപ്പക്കാർ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോ അവരുടെ എല്ലാമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും വീണ്ടും തെരുവിലിറങ്ങുമ്പോ പോലീസ് നിഷ്ക്രിയമാണ്, പോലീസ് നോക്കുകുട്ടിയാണ്. പിണറായി വിജയൻ പറഞ്ഞാൽ പോലും അവരനുസരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല അന്ന് സെക്രട്ടേറിയറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തത്. കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും അന്ന് പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നു. എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? ഇനിയും പോലീസ് നടപടി ഏത് രീതിയിൽ ഉണ്ടാകുമെന്നാണ്? ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം? അല്ല, പ്രതിരോധം എന്ന് പറയുമ്പോൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടും, അതോടൊപ്പം തന്നെ നിയമപരമായി നേരിടും. പിണറായി വിജയൻ ധരിച്ചു വെച്ചേക്കുന്ന കേരളം ഉണ്ടായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. കേരളം ഉണ്ടായിട്ട് എത്ര വർഷമായി? എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു? ആ മുഖ്യമന്ത്രി കസേരയിൽ എത്ര അന്തസ്സായിട്ടാണ് EMS, EK നയനാർ, അച്യുതാനന്ദൻ അടക്കം ഇരുന്നത്? ചേലാട്ട് അച്യുതമേനോനും BKV ഇരുന്ന കസേരയല്ലേ? അവരേതെങ്കിലും ആളുകൾ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ ഇത്തരം ഹീനമായ കേസുകൾ എടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടി നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ? ഇത് കേൾവിയില്ലാത്ത സംഭവമാണ്. കാരണം അധികാരത്തിൽ ഇരുന്നാൽ എന്തുമാകാമെന്നുള്ള ധാരണയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഇതിനെ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. യെസ്, വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.